guys, welcome back to our YouTube channel. Yeah. Welcome back everyone. So ഇന്ന് ഞാൻ സാരി ഒക്കെ കൊടുത്ത് ഞങ്ങൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് പള്ളിയിൽ പോവാം എന്ന് വിചാരിച്ചു. Yes. നമ്മൾ പള്ളിയിൽ പോവാൻ പോകുന്നു. Yeah. So നമ്മളിവിടെ എന്താണ് 13th അവന്യൂവിലുള്ള ചേർച്ചാണ് ഇട്ടേക്കുന്നത്. നമ്മുടെ വീട്ടിൽ നിന്ന് ശരിക്കും 2-3 മിനിറ്റേ ഉള്ളൂ. 700 meters ഇപ്പോ എത്തും നമ്മൾ ചർച്ചിൽ. അതെ. അപ്പം നമുക്ക് എന്തായാലും ചർച്ചിൽ പോയി ഇന്ന് കുറച്ച് പരിപാടികളുണ്ട്. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇന്ന് ഇതൊക്കെ ഒന്ന് വ്ളോഗായിട്ട് എടുക്കാമെന്ന്. പക്ഷെ ഒന്നിനും ഒരു ഐഡിയ ഇല്ല, എവിടെയാ തുടങ്ങുന്നത്, എന്തിലാ എൻഡ് ചെയ്യുന്നത്, അങ്ങനത്തെ ഒരു ഐഡിയ ഇല്ല. പറഞ്ഞേട്ടാ തോന്നും എല്ലാ വ്ളോഗിലും നമ്മൾ ഐറ്റിനറി പ്ലാൻ ചെയ്തിട്ടാണ് ചെയ്യണത്. അങ്ങനെയൊന്നും ഇല്ല, എല്ലാ വ്ളോഗും ഇങ്ങനെ റോയിലാ തുടങ്ങുന്നത് നമ്മൾ. യെസ് ഓഫ് കോഴ്സ്. അതൊരു സത്യമാണെങ്കിലും നമ്മൾ ഇതൊക്കെ പറയണമല്ലോ. അതെ. നിങ്ങളൊക്കെ വേണ്ട പഴയാണ്, നിങ്ങൾക്ക് കേൾക്കാണ്ട് അങ്ങനെ ഇപ്പൊ ഞങ്ങൾ പള്ളിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. പള്ളി എത്തിയിട്ട് വരാം ഗൈസ്. പള്ളി ഇപ്പൊ എത്തും, 1 minute പള്ളി എത്തും. ഓക്കെ, എനിവേ നമ്മൾ പള്ളി എത്തുമ്പോൾ നിങ്ങൾ കാണിച്ചു തരാം. സോ നമ്മള് ചർച്ച് എത്തി. ഹോളി റോസറി ചർച്ച്, അങ്ങനെയാണ് ഈ പള്ളിയുടെ പേര്. നല്ല ചർച്ചാ ഇത്. ആക്ച്വലി നമ്മളെ ഈസ്റ്ററിന് ഈ ചർച്ചിൽ വന്നിട്ടുണ്ട്. അതെ, ഞങ്ങൾ ഈസ്റ്ററിന് ഈ ചർച്ചിലാണ് വന്നത്. പള്ളിയുടെ മേലെ മാത്രമേ കാണാൻ ഇതുവരെ പള്ളി കണ്ടിട്ടില്ല വീഡിയോയില്. ആണോ? പള്ളി കാണിച്ചു കൊടുത്തു. സൺറൂഫ് തുറക്കണോ ഇനി? അത്രയും ബുദ്ധിമുട്ടുണ്ടോ? സ്വിച്ച് അമിക്കാവോ? തണുത്തന്നെ തുറന്നു. കൊറേ ആൾക്കാരുണ്ട്. ആക്ച്വലി ഇന്ന് സൺഡേ ആണല്ലോ, അപ്പോൾ ഉറപ്പായിട്ട് ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പൊ ഞങ്ങളൊന്ന് പെട്ടെന്ന് പള്ളിയിൽ പോയിട്ട് വരട്ടെ. അതെ, പാർക്കിംഗ് ഫുൾ ആവാൻ നല്ല ചാൻസസ് കൂടുതലാണ്. സോ ഞങ്ങൾ പള്ളിയിലെത്തി. ഇതാണ് ഞങ്ങളുടെ പള്ളി. ഞങ്ങളുടെ പള്ളിയല്ല, ഇൻ ദ സെൻസ് ഇവിടെ ഞങ്ങൾക്ക് അങ്ങനെ ഇടവക പോലെയൊന്നും ഇല്ല. ജസ്റ്റ് മാസിന് വരുന്നത് ഇവിടെയാണെന്ന് മാത്രം. പോയി മാസ് അറ്റൻഡ് ചെയ്തിട്ട് വരാം ഗൈസ്. For if you want to get what we want every time you pray. അങ്ങനെ ഞങ്ങൾ പള്ളിയിൽ പോയി. പള്ളിയിൽ പോയി കുർബാനയൊക്കെ കൊണ്ട് നമുക്ക് ഇനി അങ്ങോട്ടാ വാൾമാർട്ടിലോട്ടാണോ? നമുക്ക് ഇനിയും പോവാം. നമുക്ക് മറ്റേ ഗിഫ്റ്റ് വാങ്ങാൻ പോകും. നമുക്ക് ഇന്നൊരു ബർത്ത്ഡേ ഫംഗ്ഷൻ ഉണ്ട്. അതെ, അപ്പോൾ ഞങ്ങളുടെ അപ്പാർട്ട്മെന്റിൽ തന്നെയുള്ള ഒരു കൊച്ചുകുട്ടിയുടെ. അപ്പോൾ ഞങ്ങൾ ആ കുട്ടിക്ക് എന്തെങ്കിലും വാങ്ങാൻ പോട്ടെ. എവിടെ പോകണം? വാൾമാർട്ടിൽ പോയാൽ പോരെ? ശരിയാണ്. മറ്റേ ടോയ്സ് ആർ എസിൽ പോകണോ? അത് അടച്ചല്ലേ? ഓക്കെ, അപ്പൊ ഞങ്ങൾ എന്തായാലും കയറട്ടെ ഗൈസ്. ചേട്ടൻ ലെഗോ വാങ്ങിച്ചു കൊടുക്കാവുന്ന. ഇവിടെയുള്ള പിള്ളേർക്കൊക്കെ ലെഗോ ഭയങ്കര ഒബ്സസ്ഡ് ആണ്. ലെഗോ എന്ന് പറഞ്ഞാൽ എന്തോ വലിയ സാധനം പോലെ അവർ പറയുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാണ്. ഒരു 5 മിനിറ്റ്. എല്ലാം അടുത്തടുത്താണ് ഇവിടെ, അതുകൊണ്ട് വലിയ പ്രയാസം. റെജീന ഭയങ്കര വലിയ സിറ്റി ആയതുകൊണ്ട് നമുക്ക് എന്റെ വീട്ടിൽ നിന്ന് എവിടെ പോകാനും 10 മിനിറ്റ്. നമ്മൾ എയർപോർട്ട് എത്തി. 5 മിനിറ്റിൽ എയർപോർട്ട്, 5 മിനിറ്റിൽ വാൾമാർട്ട്, 10 മിനിറ്റിൽ സൂപ്പർ സ്റ്റോർ, 15 മിനിറ്റിൽ കോസ്കോ. അത് നല്ല കേട്ടോ, 15 മിനിറ്റിൽ കോസ്കോ. അതാണ് മാക്സിമം ദൂരം ഉള്ളത്. അതെ അല്ലേ, കോസ്കോയും പിന്നെ നമ്മുടെ ജോലി സ്ഥലമാണ് ഏറ്റവും കൂടുതൽ ദൂരമുള്ളത്. ഒരു ജോലി സ്ഥലം 20 minutes അല്ലേ? യെസ്. അപ്പോൾ ഞങ്ങൾ പോട്ടെ, അവിടെ എത്തിയിട്ട് കാണിക്കാം. Hi guys, where we are going right now? We are going to buy a birthday gift today. അതാണ് ഞാൻ ഇൻസ്റ്റാ 360 ഫേസ് ചെയ്യുന്ന ഒരു. ഇതിൽ കാണുമ്പോൾ ലൈറ്റ് ഭയങ്കര കുറവായിട്ട് തോന്നും, ബട്ട് നമ്മൾ ഇതിന്റെ ആപ്പിലോട്ട് എടുക്കുമ്പോൾ ഇറ്റ്സ് ഫൈൻ. അയ്യോ അത് ശരിയാ കേട്ടോ. അയ്യോ ഇതിന് എഡിറ്റ് ചെയ്തിട്ട് വരുന്ന ഔട്ട് എന്റെ ദൈവമേ, അതിന്റെ ക്ലാരിറ്റി സൂപ്പറാ. ഞാനാണെങ്കിൽ ഇടയ്ക്ക് ഒരു ബസ്കാനെ പോയിട്ട് വീഡിയോ എടുത്തു. അപ്പം എനിക്ക് ഫ്ലവേഴ്സിന്റെ ഒരു വീഡിയോ എടുത്തായിരുന്നു ഞാൻ. അപ്പൊ അതിലാണ് ഞാൻ ശരിക്കും ഇതിന്റെ ക്ലാരിറ്റി എക്സ്പീരിയൻസ് ചെയ്തത്. നല്ല അത് മാത്രമല്ല, നമുക്ക് ഡിഫറെന്റ് പെർസ്പെക്ടീവ്സ് കിട്ടുമല്ലോ ഒരു വീഡിയോയുടെ. ഇപ്പൊ നമ്മളിപ്പോ ഇങ്ങനെ നോക്കിയിരുന്നു, നമ്മൾ കാണുന്നത് എന്താണെന്ന് ഇടയ്ക്ക് കാണിച്ചു കൊടുക്കണമെങ്കിൽ ജസ്റ്റ് ആ ഒരു കീ ഫ്രെയിം സെറ്റ് ചെയ്താൽ മതി. ഇപ്പം
ഇപ്പൊ ഇവിടെ നമ്മൾ ഇങ്ങനെ സംസാരിക്കണമെങ്കിൽ നമുക്ക് കീ ഫ്രെയിം സെറ്റ് ചെയ്യാം. ഫ്രണ്ടിലുള്ളത് കാണാം, ബാക്കിലുള്ളത് കാണാം, സൈഡിലുള്ളത് കാണാം, മുകളിലുള്ളത് കാണാം, അങ്ങനെ താഴെയുള്ളത് കാണാം, എല്ലാം കാണാം. ജസ്റ്റ് അതിന്റെ ആ സ്റ്റിച്ചിങ് ഏരിയ ഒഴിച്ചാൽ ബാക്കി എല്ലാം കാണാൻ പറ്റും. സോ നമ്മൾ ഓൾമോസ്റ്റ് എത്തി അല്ലേ? നമ്മൾ പ്രിൻസ് ഓഫ് വെയിൽസിലാണ് വന്നത്. സോ വി ആർ ഹിയർ. ഇനി ബാക്കി നമ്മൾ അകത്ത് കയറിയിട്ട് കാണിച്ചു തരാം എന്തുവാ മേടിച്ചേ, എന്തൊക്കെയാ മേടിച്ചെന്നുള്ളതെല്ലാം. അതെ, എന്താ മേടിക്കാൻ പോകുന്നേ? എന്താ മേടിക്കാൻ പോകുന്നേ? അവൻ ആക്ച്വലി ഡൈനോസർ ഇഷ്ടം. അവൻ ലാസ്റ്റ് ടൈം വീട്ടിൽ വിളിക്കേണ്ടി വന്നപ്പോൾ അയ്യോ ഭയങ്കര ക്രിയേറ്റീവ് ആകട്ടോ, ഞാൻ അവൻ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എല്ലാം കാണിച്ചു തരാം. അവൻ ഭയങ്കര കിടിലായിട്ട് ഡൈനോസർ ക്ലേയിൽ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ക്രിയേറ്റീവ് അവന്റെ ക്രിയേറ്റീവ് സൈഡ്, അവൻ ലൈക്ക് എന്നെ പോലെ ആണോ അങ്ങനെയല്ല, ക്രിയേറ്റീവ് സൈഡ് ഇച്ചിരി കൂടുതലാണ്. ഞാൻ ഇന്ന് സാരി കൊടുത്താണ്. നമ്മൾ ഇന്ന് പള്ളിയിൽ പോയി, അതുകൊണ്ട് നമ്മൾ ഇന്ന് പ്രാർത്ഥിച്ചു. നമ്മൾ വാൾമാർട്ടിലെത്തി. നമുക്കിനി താങ്ക് യു. സാരി യു ലുക്ക് ഗ്രേറ്റ് ബൈ ദ വേ. എന്ത് ചെയ്യാൻ പറ്റും, എൻ്റെ സ്കിൻ എൻ്റെ ബാധയാ. ഡൈനോസറിനെ പോലെ ഇല്ല. This is a dinosaur, but it's not an actual dinosaur. It's a different dinosaur. It's ബേബി ഡൈനോസർ. എന്താ ചെയ്തിട്ട് ഞങ്ങളൊരു ലെഗോയുടെ കാറിന്റെ സംഭവം വാങ്ങിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ കപ്പ വാങ്ങാം എന്ന് വിചാരിച്ചു. ഞായറാഴ്ചയല്ലേ, അപ്പോൾ നമ്മൾ വിചാരിച്ചു നമുക്ക് കപ്പയും ബീഫും കൂട്ടി ഒരു പിടി പിടിക്കാം. ഇനി അങ്ങോട്ട് നമ്മൾ പോകുന്നത് ഇനി നമ്മൾ വീട്ടിലല്ലേ, ഇറച്ചി വാങ്ങണ്ടേ? അയ്യോ അതെ, ഇറച്ചി വാങ്ങണം. നമ്മൾ അടുത്തതായി ഡോൾറാമയിലാണ് കേസ് വന്നത്. കാരണം മറ്റേ എന്താ എൻ്റെ പേര്, ഗിഫ്റ്റ് ബാഗ് വാങ്ങാനായിട്ട്. അപ്പോൾ നമുക്ക് ഡോൾറാമയിൽ പോയി ഗിഫ്റ്റ് ബാഗ് വാങ്ങാം. അവിടെ വോൾമാർട്ടിൽ നോക്കിയിട്ട് കണ്ടില്ല. പുതിയ വോൾമാർട്ടിൽ പോയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഒന്നും കാണാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇവിടെ വന്നു. നമുക്കങ്ങനെ ഒരു ഗിഫ്റ്റ് ബാഗ് കിട്ടി. നല്ലൊരു ഗിഫ്റ്റ്, എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. അതെ, എനിക്കും ബാഗ്സ് ഇഷ്ടം. Our next location is Shah Foods. എന്തിനാന്ന് വെച്ചാൽ ബീഫ് വാങ്ങാൻ. അങ്ങനെ ബീഫൊക്കെ വാങ്ങിച്ച് നേരെ വീട്ടിലെത്തിയപ്പോഴേക്കും തൻവിയും ലിയാനും എത്തി. അങ്ങനെ അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ ഞങ്ങൾ നേരെ ആർക്കേഡിൽ പോയി കുറച്ച് ഗെയിംസ് ഒക്കെ കളിച്ചു. ലിയാനെ കുറച്ച് എൻഗേജ്ഡ് ഒക്കെ ആക്കി. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഭക്ഷണം കഴിക്കാൻ പോയി. ഹായ് ഗൈസ്, അപ്പം ഞങ്ങൾ എബി ഭയങ്കര ടയേർഡായി പോയി. തൻവിയും ലിയാനും പോയി. അപ്പോഴേക്കും നമുക്ക് ബർത്ത്ഡേയുടെ ഗിഫ്റ്റ് കൊടുക്കാൻ സമയമായി. അപ്പോൾ നമ്മൾ വിചാരിച്ചു പെട്ടെന്ന് പോയി ഗിഫ്റ്റ് കൊടുത്തിട്ട് വരാം. എത്തി. ഞങ്ങൾ ഇവിടെ മേലെ പാർട്ടിക്ക് വന്നപ്പോൾ ഇതിനകത്ത് ഞങ്ങൾ ആദ്യമായിട്ടാണ് കയറുന്നത്. ഇതാണ് ഏറ്റവും ടോപ്പ് ഫ്ലോർ ഈ അപ്പാർട്ട്മെൻറ്റ്. സോ ഇതായിരുന്നു ഇന്നത്തെ ഞങ്ങളുടെ സൺഡേ വ്ളോഗ്. ഇന്ന് നമ്മൾ എന്തൊക്കെ ചെയ്തു? നമ്മൾ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു, പിന്നെ നമ്മൾ ബീഫും കപ്പ വാങ്ങിച്ചു. യെസ്, പക്ഷെ അപ്പോഴേക്കും തൻവിയും ലിയാനും വന്നു. പിന്നെ ഞങ്ങൾ നേരെ ആർക്കേഡിൽ ഗെയിംസ് ഒക്കെ കളിക്കാൻ പോയി. അവിടെ നിന്ന് നേരെ മർഹബ റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ പോയി. അവിടെ നിന്ന് ഞങ്ങൾ നേരെ ഇവിടെ വന്നു. ഇവിടെ ബർത്ത്ഡേ പാർട്ടിയുടെ അവിടെ ഗിഫ്റ്റ് കൊടുക്കാൻ പോയി. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വീട്ടിൽ വന്നു. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. Thank you for watching guys. Bye bye. See you on our next vlog. Bye.